ടാലന്റ് ഓൺലൈൻ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് നിസാർ സാറ്റലൈറ്റുമായി ബന്ധപ്പെട്ടിട്ട് PSC ചോദിക്കാൻ സാധ്യതയുള്ള പോയിന്റുകളാണ് ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് പ്രിലിംസിന്റെ റിസൾട്ട് വന്നു. ഇനി മെയിൻസിനുള്ള തയ്യാറെടുപ്പാണ്. അപ്പോൾ ഈ ഒരു മെയിൻ സിലബസിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പാർട്ടാണ് പേപ്പർ 2 എന്നുള്ളത്. അപ്പോൾ ഈ പേപ്പർ 2 നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ ടാലന്റ് അക്കാദമിയുടെ പേപ്പർ 2 റാങ്ക് ഫെയിൽ സ്പെഷ്യൽ ടോപ്പിക്കിന്റെ റാങ്ക് ഫെയിൽ പുറത്തിറങ്ങിയിട്ടുണ്ട്. റാങ്ക് ഫെയിലിന്റെ പ്രൈസ് വരുന്നത് 850 രൂപയാണ്. എന്നാൽ നിങ്ങൾക്ക് 800 രൂപയ്ക്ക് ഇപ്പോൾ സ്വന്തമാക്കാൻ സാധിക്കുന്നതാണ്. ഇനി ഒരു സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് മെയിൻസ് എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്നവർ ഉറപ്പായും സ്വന്തമാക്കേണ്ട ഒരു റാങ്ക് ഫെയിലാണ് ടാലന്റിന്റെ ഈ ഒരു മെയിൻസ് പേപ്പർ 2 റാങ്ക് ഫെയിൽ. അപ്പോൾ ഉടൻ തന്നെ നിങ്ങളുടെ കോപ്പികൾ സ്വന്തമാക്കൂ. ഉടൻ തന്നെ വരാനിരിക്കുന്ന കേരള PSCയുടെ എക്സാമുക്ക് വേണ്ടി തയ്യാറെടുക്കുന്നവർക്കായി ടാലന്റ് അക്കാദമിയുടെ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ്, കമ്പനി ബോർഡ് അസിസ്റ്റന്റ്, ബിവറേജ് LDC, SI മെയിൻസ്, +2, 10th അതേപോലെ ഡിഗ്രി ബാച്ചുകളും അതേപോലെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് മെയിൻസ്, കമ്പനി ബോർഡ്, LD ടൈപ്പിസ്റ്റ് തുടങ്ങിയ കോഴ്സുകളിലേക്കുള്ള ഓൺലൈൻ ഓഫ്ലൈൻ ബാച്ചുകളും ആരംഭിച്ചിട്ടുണ്ട്. ബാച്ചുകളുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന ഫോം ഫില്ല് ചെയ്യുക, സ്ക്രീനിൽ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക ചെയ്യുക. നിസാറുമായി ബന്ധപ്പെട്ട പോയിന്റുകളാണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. അപ്പോൾ അതിൽ ആദ്യത്തെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് അതിന്റെ ഫുൾ ഫോം ആണ്. എന്താണ് നിസാർ എന്നുള്ള ഈ ഒരു പേരിനൊരു പൂർണ്ണ രൂപമുണ്ട്. അതാണ് നമ്മൾ നോക്കുന്നത്. എന്താണ് നാസ ISRO സിന്തറ്റിക് അർപേച്ചർ റഡാർ എന്നുള്ളതാണ് എന്താണ് നിസാറിന്റെ പൂർണ്ണ രൂപം. ഈ ഒരു പേരിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ആദ്യത്തെ പോയിന്റ് ആണ് എന്താണ് നാസയും അതേപോലെ ISROയും ചേർന്ന് വികസിപ്പിച്ച ഉപഗ്രഹമാണ് നിസാർ. എന്താണ് നമ്മൾ ആദ്യം നോക്കിയത്? നിസാറിന്റെ പൂർണ്ണ രൂപമാണ്. നിസാറിന്റെ പൂർണ്ണ രൂപം എന്താണ്? നാസ ISRO സിന്തറ്റിക് അർപേച്ചർ റഡാർ എന്നുള്ളതാണ്. പേരിൽ നിന്ന് തന്നെ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പോയിന്റ് ആണ് നാസയും ISROയും ചേർന്നിട്ടാണ് നിസാർ എന്നുള്ള ഉപഗ്രഹം വിക്ഷേപിച്ചത്. ഇനി എന്നാണ് വിക്ഷേപിച്ചതെന്ന് ഓർത്തു വെക്കുക. ആ ഒരു ഡേറ്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. 2025 2025 ജൂലൈ 30 വിക്ഷേപിച്ചത്. എന്നാണ് 2025 ജൂലൈ 30 നിസാർ വിക്ഷേപിച്ചത്. എവിടെ നിന്നാണ് വിക്ഷേപിച്ചത്? സതീഷ് ധവാൻ ബഹിരാകാശ കേന്ദ്രം, സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്നാണ് ഈ ഒരു വിക്ഷേപണം നടന്നത്. ഇനി വിക്ഷേപണ വാഹനം ഏതാണെന്നുള്ളതും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മറ്റൊരു വസ്തുതയാണ്. GSLV F-16 എന്നുള്ള വാഹനത്തിലാണ് എന്താണ് GSLV F-16 എന്നുള്ള വാഹനത്തിലാണ്, റോക്കറ്റിലാണ് ഈ ഒരു വിക്ഷേപണം നടന്നത്. നിസാർ വിക്ഷേപിച്ചത് 2025 ജൂലൈ 30 സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്നുമാണ് വിക്ഷേപിച്ചത്. ഇന്ത്യയും നാസയും ചേർന്നാണ് വിക്ഷേപിച്ചതെന്നും നമ്മൾ പറഞ്ഞു. മറ്റൊരു പ്രത്യേകത എന്തെന്ന് വെച്ചാൽ ഇന്ത്യയും നാസയും ചേർന്ന് തയ്യാറെടുക്കുന്ന അല്ലെങ്കിൽ വികസിപ്പിച്ച ആദ്യത്തെ ഉപഗ്രഹവും കൂടിയാണ്. ഇന്ത്യയും അതേപോലെ ISROയും നാസയും ചേർന്ന് വികസിപ്പിച്ച ആദ്യത്തെ ഉപഗ്രഹമാണ് നിസാർ എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. ഇനി നിസാർ എന്നുള്ള ഈ ഒരു ഉപഗ്രഹത്തിന്റെ ഭാരം എത്രയാണെന്ന് കൂടി ഓർത്തു വെക്കുക. 2392 കിലോഗ്രാം ആണ്. എത്രയാണ്? 2392 കിലോഗ്രാം ആണ് നിസാർ എന്നുള്ള ഉപഗ്രഹത്തിന്റെ ഭാരം വരുന്നത്. വിക്ഷേപിച്ച ഡേറ്റ് 2025 ജൂലൈ 30 പറഞ്ഞു. ഇനി ഈ ഒരു വിക്ഷേപണ സമയത്ത് ISROയുടെ ഭാഗത്തു നിന്നും അതേപോലെ നാസയുടെ ഭാഗത്തു നിന്നും ഉപഗ്രഹത്തിന് വേണ്ടിയിട്ടുള്ള നേതൃത്വങ്ങൾ നൽകിയ വ്യക്തികളെ കൂടി നമുക്കൊന്ന് ഓർത്തു വെക്കാം. അതിൽ നാസ പ്രോഗ്രാം എക്സിക്യൂട്ടീവ് ആരെന്ന് ആദ്യം നമുക്ക് നോക്കാം. എന്താണ് നാസ പ്രോഗ്രാം എക്സിക്യൂട്ടീവ് ആണ് നമ്മൾ നോക്കുന്നത്. അതാരായിരുന്നു? സംഘമിത്ര ദത്തയാണ്. ആരാണ്? സംഘമിത്ര ദത്തയാണ് നാസ പ്രോഗ്രാം എക്സിക്യൂട്ടീവ് ആയിട്ട് പ്രവർത്തിച്ചിരുന്നത്, നേതൃത്വം നൽകിയത്. ഇനി ഈ ഒരു സമയത്തെ പ്രൊജക്ട് മാനേജർ ആരാണെന്ന് ഓർത്തു വെക്കുക. എന്താണ് നിസാർ എന്നുള്ള ദൗത്യത്തിന്റെ പ്രൊജക്ട് മാനേജർ ആരാണെന്ന് ഓർത്തു വെക്കാം. ഫിൽ ബെരേലയാണ്. ആരാണ്? ഫിൽ ബെരേലയാണ് എന്താണ് ഈ സമയത്തെ പ്രൊജക്ട് മാനേജർ. അതേപോലെ തന്നെ ISROയുടെ ചെയർമാൻ ആരാണെന്നും കൂടി ഓർത്തു വെക്കാം. നിസാർ ദൗത്യം വിക്ഷേപിക്കുമ്പോൾ ISROയുടെ ചെയർമാൻ ആരായിരുന്നു? V നാരായണനാണ്. ആരാണ്? V നാരായണനാണ് എന്താണ് ISROയുടെ ചെയർമാൻ. എങ്കിൽ ഇതിന് മുമ്പുണ്ടായിരുന്ന ചെയർമാൻ, ISROയുടെ ഇതിന് മുമ്പിലത്തെ ചെയർമാൻ ആരാണെന്ന് നമുക്കറിയാം. എന്താണ്? S സോമനാഥ് ആണ്. അതിനുശേഷമാണ് V നാരായണൻ അദ്ദേഹം ISROയുടെ ചെയർമാൻ ആവുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം നോക്കിയത് എന്താണ്? നാസയുടെ പ്രോഗ്രാം എക്സിക്യൂട്ടീവ് ആരെന്നാണ്. സംഘമിത്ര ദത്തയാണ് എന്താണ് നാസയുടെ പ്രോഗ്രാം എക്സിക്യൂട്ടീവ്. അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് പ്രൊജക്ട് മാനേജർ ആണ്. നിസാറിന്റെ പ്രൊജക്ട് മാനേജർ ആരെന്നാണ് ഓർത്തു വെക്കുക. ഫിൽ ബെരേലയാണ് എന്താണ് പ്രൊജക്ട് മാനേജർ. അതേപോലെ ISROയുടെ ചെയർമാൻ ആരാണ്? V നാരായണനാണ്. അടുത്തത് എന്തിനു വേണ്ടിയിട്ടാണ് നമ്മുടെ ഈ ഒരു നിസാർ ദൗത്യം വിക്ഷേപിച്ചത്? അതിൻ്റെ ഏറ്റവും പ്രധാന ലക്ഷ്യം എന്താണെന്ന് നമുക്ക് നോക്കാം. എന്താണ് അതിലൂടെ നമുക്ക് ലഭിക്കുന്ന മേന്മ എന്താണെന്ന് നോക്കാം. ഭൂമിയുടെ ഉപരിതലത്തിലെ മാറ്റങ്ങളും അതേപോലെ ആവാസ വ്യവസ്ഥയും ഭൂമിയിൽ ഉണ്ടാകുന്ന ദുരന്തങ്ങളും കാലാവസ്ഥാ വ്യതിയാനങ്ങളും പാരിസ്ഥിതിക മാറ്റങ്ങളും എല്ലാം അറിയുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു സാറ്റലൈറ്റ് അയച്ചിട്ടുള്ളത്. എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മുടെ ഒരു ഭൗമ നിരീക്ഷണത്തിന് വേണ്ടിയിട്ടാണ്, കംപ്ലീറ്റ്ലി ഉള്ള ഒരു ഭൗമ നിരീക്ഷണത്തിന് വേണ്ടിയിട്ടാണ് നിസാർ എന്നുള്ള സാറ്റലൈറ്റ് അയച്ചിട്ടുള്ളത്, വിക്ഷേപിച്ചിട്ടുള്ളത്. അതിൽ ഏറ്റവും പ്രധാന
പ്രധാനപ്പെട്ട പോയിന്റുകൾ ഓർത്തു വെക്കുക. ഭൂമിയുടെ ഉപരിതല മാറ്റങ്ങളെക്കുറിച്ചും ആവാസ വ്യവസ്ഥയെക്കുറിച്ചും അതേപോലെ ഭൂമിയിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള ദുരന്തങ്ങളെക്കുറിച്ചും കാലാവസ്ഥ വ്യതിയാനങ്ങളെക്കുറിച്ചും പാരിസ്ഥിതിക മാറ്റങ്ങളെക്കുറിച്ചും വരെ ഡീറ്റെയിൽ ആയിട്ട് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചിത്രീകരണങ്ങൾ ഉൾപ്പെടെ നമുക്ക് വിവരങ്ങൾ ലഭ്യമാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു സാറ്റലൈറ്റ് വിക്ഷേപിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിലൂടെ നല്ലൊരു ഭൗമ നിരീക്ഷണം ലഭിക്കുന്നു എന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞു. ഇതിലൂടെ കാലാവസ്ഥ നമുക്ക് കണ്ടീഷനൊക്കെ നോക്കുന്നതിനും അതിന്റെ ഇപ്പോഴത്തെ സ്ഥിതി എന്താണെന്നുള്ള മനസ്സിലാക്കുന്നതിനും വേണ്ടിയിട്ട് നമുക്ക് കൂടുതൽ വിവരങ്ങൾ തത്സമയം തന്നെ ഇതിലൂടെ ലഭിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഭൗമ നിരീക്ഷണം കംപ്ലീറ്റ്ലി പൂർത്തിയാക്കുന്നത് 12 ദിവസം കൊണ്ടാണ് എന്നുള്ള കാര്യം കൂടി ഓർത്തു വെക്കുക. ഈ ഒരു സാറ്റലൈറ്റ് വഴി നമ്മുടെ ഭൂമിയെ ഒരു വട്ടം പൂർണ്ണമായും ഭൗമ നിരീക്ഷണം കംപ്ലീറ്റ് ആക്കുന്നതിന് വേണ്ടിയിട്ട് 12 ദിവസമാണ് എടുക്കുന്നത്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. തത്സമയ വിവരങ്ങളാണ് നമുക്ക് ഈ ഒരു സാറ്റലൈറ്റിലൂടെ ലഭ്യമാവുന്നത്. ഭൂമിയെക്കുറിച്ചുള്ള തത്സമയ വിവരങ്ങളാണ് നമുക്ക് അപ്പോൾ ലഭ്യമാവുന്നത്. ഇനി ഈ ഒരു നിരീക്ഷണം എന്ന് പറയുന്നത് വളരെ ക്ലിയർ ആയിട്ടുള്ള ഏറ്റവും റെസൊല്യൂഷൻ കൂടിയ അളവിലാണ്, വളരെ ക്ലിയർ ആയിട്ട് ഏറ്റവും അധികം റെസൊല്യൂഷനിലൂടെയുള്ള ചിത്രങ്ങളായിരിക്കും ഈ ഒരു സാറ്റലൈറ്റ് നമുക്ക് നൽകുന്നത്. ഇനി GSLV-യുടെ 18ാമത് വിക്ഷേപണമാണ് നിസാർ എന്നുള്ള കാര്യം കൂടി ഓർത്തു വെക്കുക. എത്രാമതാണ്? 18ാമത് വിക്ഷേപണമാണ്. GSLV-യുടെ 18ാമത് വിക്ഷേപണമാണ് നിസാർ എന്നുള്ള കാര്യം ഓർത്തു വെക്കുക. അതുപോലെ തന്നെ GSLV ഉപയോഗിച്ച് ഒരു ഉപഗ്രഹത്തെ സൺ സിൻക്രണസ് പോളാർ ഓർബിറ്റിൽ എത്തിക്കുന്ന ആദ്യ ദൗത്യമാണ് ഓർത്തു വെക്കുക. GSLV ഉപയോഗിച്ച് ഒരു ഉപഗ്രഹത്തെ എവിടെയാണ് സൺ സിൻക്രണസ് പോളാർ ഓർബിറ്റിൽ എത്തിക്കുന്ന ആദ്യ ദൗത്യമാണ് GSLV F-16 അല്ലെങ്കിൽ നിസാർ എന്നുള്ള കാര്യം ഓർത്തു വെക്കുക. അതുപോലെ തന്നെ തദ്ദേശീയമായി നിർമ്മിച്ച ക്രയോജനിക് സ്റ്റേജ് ഉപയോഗിച്ചുള്ള 12ാമത്തെ വിക്ഷേപണം കൂടിയാണിത്. എന്താണ് പ്രത്യേകത? തദ്ദേശീയമായി നിർമ്മിച്ച ക്രയോജനിക് സ്റ്റേജ് ഉപയോഗിച്ചിട്ട് ഈ ഒരു ക്രയോജനിക് സ്റ്റേജ് തദ്ദേശീയമായി നിർമ്മിച്ചതാണ്. അപ്പോൾ ഇത് ഉപയോഗിച്ചിട്ടുള്ള 12ാമത്തെ വിക്ഷേപണം കൂടിയാണ് നിസാർ. നമ്മൾ പറഞ്ഞു ഉയർന്ന റെസൊല്യൂഷൻ ഉള്ള ചിത്രങ്ങളാണ് ഇതിലൂടെ നമുക്ക് ലഭ്യമാവുന്നതെന്ന്. അപ്പോൾ ഇത് സാധ്യമാക്കുന്ന നൂതന സാങ്കേതിക വിദ്യ ഏതാണെന്ന് കൂടി ഓർത്തു വെക്കുക. സ്വീപ്സാർ എന്നുള്ള സാങ്കേതിക വിദ്യയാണ്. സ്വീപ്സാർ എന്നുള്ള സാങ്കേതിക വിദ്യ ഉപയോഗിച്ചാണ് ഉയർന്ന റെസൊല്യൂഷനിലും അതേപോലെ വിശാലമായ പ്രദേശങ്ങൾ ഉൾക്കൊള്ളുന്നതുമായ നല്ല വൈഡ് റേഞ്ചിൽ തന്നെ ഉൾക്കൊള്ളുന്നതുമായ ചിത്രങ്ങളാണ് നമുക്ക് ഇതിലൂടെ ലഭിക്കുന്നത്. അപ്പോൾ ഇതിനു വേണ്ടി ഉപയോഗിച്ച നൂതന സാങ്കേതിക വിദ്യ പ്രത്യേകം നോട്ട് ചെയ്ത് പഠിക്കുക. സ്വീപ്സാർ എന്നുള്ള സാങ്കേതിക വിദ്യയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഈ ഒരു സാങ്കേതിക വിദ്യയിലൂടെയാണ് നമുക്ക് ഉയർന്ന റെസൊല്യൂഷനിലും അതേപോലെ വിശാലമായ പ്രദേശങ്ങൾ ഉൾക്കൊള്ളുന്നതുമായ ചിത്രങ്ങൾ നിസാർ ഉപഗ്രഹത്തിലൂടെ ലഭ്യമാവുന്നത്. ഇങ്ങനെ ഭൂമിയുടെ ഹൈ റെസൊല്യൂഷനിലുള്ള പൂർണ്ണമായും ചിത്രങ്ങൾ എടുക്കുന്നതിന് 12 ദിവസമാണ് വേണ്ടതെന്ന് നമ്മൾ പറഞ്ഞു. ഇനി ഒരു ഉപഗ്രഹത്തിന്റെ കാലാവധി എത്ര നാളാണ്, എത്ര വർഷമാണ് എന്നുള്ള കാര്യം കൂടി ഓർത്തു വെക്കുക. 5 വർഷമാണ്. എത്രയാണ്? 5 വർഷമാണ് ഈ ഒരു ഉപഗ്രഹത്തിന്റെ കാലാവധി എന്നുള്ള കാര്യം പ്രത്യേകം നോട്ട് ചെയ്യുക. ഇനി നമുക്ക് ഈ ഒരു ഉപഗ്രഹത്തിൽ ഉപയോഗിച്ചിട്ടുള്ള റഡാറുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ റഡാറുകൾ വരുന്നത് നമ്മൾ പറഞ്ഞു നാസയും അതേപോലെ ISROയും ചേർന്നാണ് ഈ ഒരു ഉപഗ്രഹം വികസിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ റഡാറുകളിൽ രണ്ട് ഏജൻസികളുടെയും കോൺട്രിബ്യൂഷൻസ് ഉണ്ട്. ആദ്യം നമ്മൾ നോക്കുന്നത് നാസ നൽകിയിട്ടുള്ള കോൺട്രിബ്യൂഷൻസ് റഡാറുകൾ ഏതൊക്കെയെന്നാണ്. അപ്പോൾ അത് ആദ്യം നമുക്ക് നോക്കാം. എൽ ബാൻഡ് റഡാർ സിസ്റ്റം അതിലൊന്നാണ് എൽ ബാൻഡ് റഡാർ സിസ്റ്റം. ഏതാണ് നൽകിയത്? ഏജൻസിയാണ് നാസയാണ് എൽ ബാൻഡ് റഡാർ സിസ്റ്റം നൽകിയിരിക്കുന്നത്. അതേപോലെ ഹൈ സ്പീഡ് ഡൗൺ ലിങ്ക് സിസ്റ്റം അടുത്തതാണ് ഹൈ സ്പീഡ് ഡൗൺ ലിങ്ക് സിസ്റ്റം. അതുപോലെ സോളിഡ് സ്റ്റേറ്റ് റെക്കോർഡർ, GPS റിസീവർ, 12 മീറ്റർ റിഫ്ലക്ടർ ഉയരത്തിൽ നിർത്തുന്ന 9 മീറ്റർ ബൂം എന്നിവയും നാസയാണ് നൽകിയിരിക്കുന്നത്. അപ്പോൾ റഡാറുകളാണ് നമ്മൾ പറഞ്ഞത്. നാസ നൽകുന്ന റഡാറുകളാണ് നമ്മൾ ആദ്യം ചർച്ച ചെയ്തത്. അതിൽ വരുന്നത് എൽ ബാൻഡ് റഡാർ സിസ്റ്റം, ഹൈ സ്പീഡ് ഡൗൺ ലിങ്ക് സിസ്റ്റം, സോളിഡ് സ്റ്റേറ്റ് റെക്കോർഡർ, GPS റിസീവർ, 12 മീറ്റർ റിഫ്ലക്ടർ ഉയരത്തിൽ നിർത്തുന്ന 9 മീറ്റർ ബൂം എന്നിവ നാസയാണ് നൽകുന്നത്. അപ്പോൾ ഈ ഒരു റഡാറുകൾ സാറ്റലൈറ്റിൽ ഉപയോഗിക്കുന്നത് വഴിയിട്ടാണ് അതിന്റെ ഓരോ ലക്ഷ്യങ്ങളും നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കുന്നത്. ഇനി നാസയുടെ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. നാസ നൽകുന്ന റഡാറുകൾ നമ്മൾ പറഞ്ഞു. ഇനി ISRO നൽകുന്ന റഡാറുകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. എസ് ബാൻഡ് റഡാർ സിസ്റ്റം. ഇവിടെ നമ്മൾ പറഞ്ഞ എൽ ബാൻഡ് നൽകുന്നത് നാസയാണ്. എസ് ബാൻഡ് റഡാർ സിസ്റ്റം നൽകുന്നത് ISRO ആണ്. അതേപോലെ ഡാറ്റ കൈകാര്യം ചെയ്യുന്നത് ആരാണ്? അതും ISRO ആണ്. ഹൈ സ്പീഡ് ഡൗൺ ലിങ്ക് സിസ്റ്റം നൽകുന്നതും ISRO ആണ്.
ഇനി ഇവിടെ ഒരു ഹൈ സ്പീഡ് ഡൗൺ ലിങ്ക് സിസ്റ്റം നമ്മൾ പറഞ്ഞിരുന്നു. അതേപോലെ ISROയും എന്താണ് ഒരു ഹൈ സ്പീഡ് ഡൗൺ ലിങ്ക് സിസ്റ്റം നൽകുന്നുണ്ട്, രണ്ടുപേരും നൽകുന്നുണ്ട്. ഇനി അടുത്തത് എന്താണ്, ബഹിരാകാശ പേടകം, വിക്ഷേപണ സംവിധാനം എന്നിവ എന്താണ് ISRO വികസിപ്പിച്ചതാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞത് എന്താണ്, ISROയുടെ കോൺട്രിബ്യൂഷനാണ് നമ്മൾ പറഞ്ഞത്. എസ് ബാൻഡ് റഡാർ സിസ്റ്റം നൽകുന്നുണ്ട്, ഡാറ്റ കൈകാര്യം ചെയ്യുന്നതും എന്താണ് അത് ISRO തന്നെയാണ്. രണ്ടുപേരും എന്താണ് ഹൈ സ്പീഡ് ഡൗൺ ലിങ്ക് സിസ്റ്റം നൽകുന്നുണ്ട്, ISROയും അതേപോലെ എന്താ നാസയും. ഇനി ബഹിരാകാശ പേടകവും വിക്ഷേപണ സംവിധാനവും എന്താണ് അത് വികസിപ്പിച്ചതാരാണ്, ISROയാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ നോക്കുന്നത് ഉപഗ്രഹത്തിന്റെ കമാൻഡിങ്ങിനും അതേപോലെ പ്രവർത്തനങ്ങൾക്കും ISROയ്ക്കാണ് ഉത്തരവാദിത്തം. എന്തിനൊക്കെയാണ്, ഉപഗ്രഹത്തിന്റെ ഈ ഒരു സാറ്റലൈറ്റിന്റെ കമാൻഡിങ്ങും അതേപോലെ പ്രവർത്തനങ്ങളും ISROയ്ക്കാണ് ഉത്തരവാദിത്തം. എങ്കിൽ ഭ്രമണപഥം ക്രമീകരിക്കാനുള്ള പദ്ധതിയും റഡാർ പ്രവർത്തനങ്ങളുടെ പദ്ധതിയും നാസയാണ് അതിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ്, ഭ്രമണപഥം ക്രമീകരിക്കാനും അതേപോലെ എന്താ റഡാർ പ്രവർത്തനങ്ങളുടെ പദ്ധതികളും നോക്കുന്നത് ആരാണ്, നാസയാണ്. ഇനി ശേഖരിച്ച ചിത്രങ്ങൾ, ഇവയിൽ നിന്ന് വരുന്ന ചിത്രങ്ങൾ നമ്മൾ പറഞ്ഞു ഹൈ റെസൊല്യൂഷനിലുള്ള സ്വീപ്സാർ എന്നുള്ള സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് വരുന്ന ചിത്രങ്ങൾ അവരെ എടുക്കുന്നുണ്ട്. അപ്പോൾ ഈ സാറ്റലൈറ്റുകൾ എടുക്കുന്ന ചിത്രങ്ങൾ, ഈ ഒരു ചിത്രങ്ങൾ ഡൗൺലോഡ് ചെയ്യുന്നതിനായി ISROയും അതേപോലെ നാസയും എന്താണ് ഒരു ഗ്രൗണ്ട് സപ്പോർട്ട് നൽകുന്നുണ്ട്. രണ്ട് ഏജൻസികളും ഇതിനു വേണ്ടിയിട്ടുള്ള ഗ്രൗണ്ട് സപ്പോർട്ട് നൽകുന്നുണ്ട്. അപ്പോൾ ഇത്രയുമാണ് നാസയും അതേപോലെ ISROയും ഈ ഒരു ദൗത്യത്തിന് വേണ്ടി നൽകുന്ന കോൺട്രിബ്യൂഷൻസ്. നമ്മൾ നിസാർ എന്നുള്ള ദൗത്യവുമായി ബന്ധപ്പെട്ട പോയിന്റുകളാണ് ചർച്ച ചെയ്തത്. ആദ്യം നമ്മൾ നോക്കിയത് എന്താണ് നിസാറിന്റെ ഫുൾ ഫോം എന്നാണ്, എന്താ നാസ ISRO സിന്തറ്റിക് അർപ്പേച്ചർ റഡാർ എന്നുള്ളതാണ് പൂർണ്ണരൂപം. നാസയും അതേപോലെ ISROയും ചേർന്ന് വിക്ഷേപിക്കുന്ന എന്താ ആദ്യത്തെ ഉപഗ്രഹമാണിത്. എന്നാണ് വിക്ഷേപിച്ചത്, 2025 ജൂലൈ 30 വിക്ഷേപിച്ചത്. സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്നുമാണ് വിക്ഷേപിച്ചത്. ബാക്കി കാര്യങ്ങൾ എന്താണ്, അതിന്റെ ലക്ഷ്യം എന്താണെന്നും അതിൽ ഉപയോഗിച്ചിട്ടുള്ള റഡാറുകൾ ഏതൊക്കെയെന്നാണ്, ഏതൊക്കെ ഏജൻസികളാണ് ഈ ഒരു റഡാറുകൾ നൽകിയിട്ടുള്ളതെന്നും നമ്മൾ ചർച്ച ചെയ്തു. ഇത്രയും പോയിന്റുകൾ PSCക്ക് ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. ഇവയെല്ലാം നല്ല രീതിയിൽ പഠിച്ചു വെക്കുക.